ജോഫോട്ടിങ്ങിന്റെ പുതിയൊരു വീട്ടിൽ സാധനം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ആണ്. അപ്പോൾ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാതിരിക്കരുത്. ഇപ്പം പുതുതായിട്ട് വന്നേക്കുന്ന 8ന്റെ പണികളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോകുന്നുണ്ട്. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി കാണിച്ചിട്ട് മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് മോണിറ്റൈസേഷൻ ആകത്തില്ല. മോണിറ്റൈസേഷൻ ആ ചാനലാണ് ഉറപ്പായിട്ടും കട്ടാവുകയും ചെയ്യും. ഇത് വേറൊന്നുമല്ല, നമ്മുടെ അടുത്തുള്ളൊരു ഫ്രണ്ട്, നമ്മുടെ നാടിനടുത്ത് തന്നെയുള്ള ഒരാളുടെ മോണിറ്റൈസേഷൻ വർക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം അതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് നമ്മൾ അവരുടെ ചാനൽ ആൻസൻസിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ മോണിറ്റൈസേഷൻ ID വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോകുന്നത്. പെട്ടെന്നൊരു നിമിഷം ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി കാണിച്ചിട്ട് അവരുടെ ഏൺ പേയിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ആൻസൻസ് അവർ ക്ലോസ് ചെയ്തു. ഗൂഗിൾ ആൻസൻസ് ക്ലോസ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു പേജ് കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് അങ്ങനെ ക്ലോസ് ചെയ്തേക്കണം. നമുക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ ചേഞ്ച് ആൻസൻസ് ഓപ്ഷൻ പോലും ഇല്ല. നമ്മൾ സാറിന് നമുക്ക് ആൻസൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരും. എന്തെങ്കിലും കാരണം വേറെ എന്ത് വൈലേഷൻ വന്ന് പോയാലും നമുക്ക് ചേഞ്ച് ആൻസൻസ് ഓപ്ഷൻ ഉണ്ടാവും. ആൻസൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു ഓപ്ഷൻ പോലും ഇല്ല. അപ്പോൾ എന്താണ് സംഭവം? എന്താണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി? എന്താണ് നമുക്ക് ഇത്രയ്ക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് അല്ലേ? ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ ചാനലിൽ വ്യൂസിനെ അല്ലെങ്കിൽ നമുക്ക് റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് അനാവശ്യ തരത്തിലുള്ള വ്യൂസ് നമ്മുടെ ചാനലിലേക്ക് കയറ്റുക, എന്നിട്ട് നമ്മുടെ ആഡ്സ് റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാനൽ മോണിറ്റൈസേഷൻ ആകത്തില്ല. ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ മോണിറ്റൈസേഷൻ അധികം താമസിച്ചില്ലാണ്ട് കട്ടായി പോകും. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ വന്നേക്കുന്നത് ഇവരൊരു 4 പേര് കൂടി ചെയ്തേക്കുന്ന ഒരു ചാനലാണ്. 4 പേര് കൂടിയിട്ടാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ആക്കിയേക്കുന്നത്. ആ 4 പേരുടെ ഫോണിൻ്റെ അകത്തും ഇവരുടെ ചാനൽ ലോഗിൻ ആയിട്ടുണ്ട്. 4 ഫോണിലും ചാനൽ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ 4 പേരുടെ ചാനലിൻ്റെ അകത്തും ഇവർ 4 ഫോണിൽ നിന്നും കയറിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ചാനൽ, ഇവരുടെ സ്വന്തം ചാനൽ ഇവർ കാണും. ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ത് ചെയ്യും? ഇവർ പരമാവധി ലിങ്ക് ഷെയർ ചെയ്യും. ലിങ്ക് ഷെയർ ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ്. ഇവരുടെ ചാനലിൽ നിന്ന് 4 പേരുടെ ചാനലിൽ നിന്നും വീഡിയോസും കാണും. അതിൻ്റെ അകത്തുള്ള ആഡ്സ് ക്ലിക്ക് ചെയ്യും. അതേപോലെ ഇവർ മറ്റുള്ളവരെ കൊണ്ട് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പരമാവധി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഇവരുടെ ഫ്രണ്ട്സിന്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക്, കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു ക്ലിക്ക്, അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇവരിങ്ങനെ ഇവരുടെ വീഡിയോസിൽ കയറി ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഗൈസ്, അടുത്തതായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബോട്ട് വഴിയുള്ള സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ വ്യൂസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ബോട്ട് വ്യൂസ് ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. നമ്മുടെ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ഞാൻ ഇത്ര വ്യൂസ് കംപ്ലീറ്റ് ആക്കി തരാം, ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ കയറി തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതും നമ്മുടെ ചാനൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി നിന്ന് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാനുള്ള ഒരു പ്രധാന കാരണമാണ്. അങ്ങനെ ബോട്ട് വഴിയുള്ള സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂസിനെ കംപ്ലീറ്റ് ആക്കി റവന്യൂ വർദ്ധിപ്പിക്കാൻ നോക്കുന്നതും അതൊക്കെ നമുക്ക് 8ന്റെ പണി തരുന്ന സംഭവമാണ്. പിന്നെ അടുത്തായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ VPN ഉപയോഗിച്ചിട്ട് നമ്മളൊരു IP അഡ്രസ് തന്നെ, ഒരു ഫോണിൽ തന്നെ VPN ഉപയോഗിച്ചിട്ട് പല അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിട്ട് അതുവഴി വ്യൂസ് കയറ്റുന്നത്. ഒരുമാതിരിപ്പെട്ട ബോട്ട് ചെയ്യുന്ന അതേ സംഭവം തന്നെ. അതായത് നമ്മൾ ഒരു ഫോണിൽ ഒരു VPN എടുത്തതിന് ശേഷം പല ലൊക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പല ആൾക്കാരും ചെയ്യുന്ന കാരണം നമ്മുടെ ആ ഫോണിൽ തന്നെ ഒരു IP അഡ്രസ് തന്നെ പല രീതിയിൽ അതിന് വ്യൂസ് കയറ്റാൻ വേണ്ടി ആഡ്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കളിക്കുമ്പോൾ അതും ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വരുന്ന സംഭവമാണ്. ഗൈസ്, അടുത്തതായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും സിമ്പിളാണെന്നുള്ള കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ ഒരുപാട് പേരുടെ കമൻ്റ് അടിയിൽ പോയിട്ട് നമ്മൾ കയറി ക്ലിക്ക് ചെയ്യും. എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കമൻ്റ് അടിയിൽ പോയിട്ട്, മറ്റുള്ളവരുടെ കമൻ്റ് അടിയിൽ പോയിട്ട് എൻ്റെ വീഡിയോനകത്ത് ക്ലിക്ക് ചെയ്യേ, എൻ്റെ എന്താ പറയുക, എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ, കമൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് പേരുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോയി കമൻറ്റ് ചെയ്യും. അതും ഇൻവാലിഡ് ക്ലിക്ക് ആക്കി അങ്ങനെ വരുന്ന, അതായത് അങ്ങനെ വന്ന് കയറി ക്ലിക്ക് ചെയ്യുന്ന, വീഡിയോ കാണാൻ ആഗ്രഹമില്ലാണ്ട് വന്നിട്ട് ഒരുപാട് പേര് ആർട്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കളിച്ചു കഴിഞ്ഞാലും അതും നമുക്ക് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വരുന്ന സംഭവമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി നമുക്ക് ഒഴിവാക്കി എടുക്കാനാവും. അതായത് നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ആർട്സിനകത്ത് ക്ലിക്ക് ചെയ്ത് പരമാവധി നമ്മൾ ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ ബോട്ട് വഴിയുള്ള വ്യൂസ് കാര്യങ്ങൾ കയറ്റരുത്. പിന്നെ VPN ഉപയോഗിച്ചുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപേക്ഷയാണ്, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഒരുപാട് പേരുടെ സങ്കടം കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ജെന്യൂൻ ആയ രീതിയിൽ മാത്രം നമ്മുടെ ചാനലിലെ വ്യൂസ് കൊണ്ടുവരാൻ നോക്കുക. നമ്മൾ നല്ല നല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആയുള്ള തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക. കൂടുതൽ നല്ല ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അങ്ങനെ ശരിയായ രീതിയിൽ, ജെന്യൂൻ ആയ രീതിയിൽ മാത്രം നമ്മുടെ ചാനലിൽ വ്യൂസിനെ കൊണ്ടുവരാൻ നോക്കുക.
അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പരമാവധി നമ്മുടെ ഇപ്പം കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ സ്വന്തം ഫോൺ എടുത്തിട്ട് ഈ യൂട്യൂബ് ചാനലുള്ള ഫോൺ എടുത്തിട്ട് കൊടുക്കാണ്ടിരിക്കുക. അവരെ നമ്മുടെ ചാനലിൽ തന്നെ കയറിയിട്ട് അറിയാണ്ട് കുത്തിരുന്ന് കുറേ നേരം കണ്ടു കഴിഞ്ഞ് കുറേ ആഡ്സിൻ്റെ അകത്തൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി കാണിച്ചിട്ട് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷനൊക്കെ റിജക്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിഷയം ഉണ്ടാകത്തില്ല. ഇത് ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ബൈ.